ഷൈൻ ടോം ചാക്കോക്കെതിരെ പരാതി നൽകി നടി വിൻസി അലോഷ്യസ് എന്നുള്ളത് നമ്മൾ നേരത്തെ ബ്രേക്ക് ചെയ്ത വാർത്ത. ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറുന്ന ആരോപിച്ചാണ് ഫിലിം ചേംബറിനും ICCക്കൊക്കെ വിൻസിയുടെ പരാതി. അപ്പോൾ ആ വാർത്തയുടെ വിവരങ്ങൾ തുടരുന്നുണ്ട്. വിഷ്ണു നമ്മൾ ബ്രേക്ക് ചെയ്ത വാർത്തയായിരുന്നു. അപ്പം ഇത് നേരത്തെ വിൻസി അലോഷ്യസ് കഴിഞ്ഞ ഒരു 1 വീക്കായി സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നുണ്ട്, അത് വാർത്തയാവുന്നുണ്ട്. പക്ഷേ പരാതി കൊടുക്കുന്നതോടുകൂടി അതിന്റെ ഗൗരവം മാറുകയാണ്. ബാക്കി അതിന്റെ ഷൈൻ ടോം ചാക്കോ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ വിഷ്ണു? ഹാഷ്മി, ആ ഘട്ടത്തിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല. വിൻസി നിലവിൽ സിനിമാ സംഘടനകൾക്ക് മാത്രമാണ് പരാതി നൽകിയിട്ടുള്ളത്. അതായത് ഫിലിം ചേംബറിനും അതോടൊപ്പം തന്നെ അമ്മയ്ക്കുമാണ് പരാതി നൽകിയിട്ടുള്ളത്. തനിക്ക് ഈ നടനിൽ നിന്ന് ദുരനുഭവം ഉണ്ടായി, ഇയാൾ ലഹരി ഉപയോഗിച്ച വളരെ മോശമായി സിനിമാ സെറ്റിൽ പെരുമാറി, ഇയാൾ ലഹരി ഉപയോഗിക്കുന്നത് താൻ കണ്ടു തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പരാതിയിൽ വിൻസി പരാമർശിച്ചിട്ടുള്ളത്. ഇത് ഇനി എക്സൈസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ എക്സൈസിന് വിൻസിയെ ലൊക്കേറ്റ് ചെയ്യാനായിട്ടില്ല. അവർ കൊച്ചിയിലില്ല, അവർ മലപ്പുറത്താണ് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ ഇവരോട് എക്സൈസ് വിവരങ്ങൾ ചോദിച്ച് ഇവർ ഇക്കാര്യങ്ങൾ, അതായത് ഈ അമ്മക്ക് നൽകിയ പരാതി, ഈ സംഘടനയ്ക്ക് നൽകിയ പരാതി അതേപടി തന്നെ എക്സൈസിന് നൽകുകയാണെങ്കിൽ എക്സൈസ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉറപ്പായും വിശദമായ അന്വേഷണം നടത്തും. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കും. കാരണം ഇത് 2 ആഴ്ച മുമ്പ് നടന്ന, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. അതുകൊണ്ട് തെളിവുകളുടെ ഈ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കേസെടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അത് പിന്നീട് കോടതിയിലൊക്കെ പോയാൽ ആ കേസിന്റെ സാധ്യതകളൊക്കെ കോടതിയും ചോദിക്കും. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ തെളിവുകൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചായിരിക്കും കേസെടുക്കാനുള്ള നടപടിയിലേക്ക് അടക്കം കടക്കുക. പക്ഷേ ഈ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ എക്സൈസിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഷൈൻ ടോം ചാക്കോയോട് ഈ വിവരങ്ങൾ ചോദിക്കാം. അത് അയാളെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒരു പക്ഷേ എക്സൈസ് അടുത്ത നടപടിയിലേക്ക് കടക്കുന്നത് അതായിരിക്കും. വിൻസിയെ ലൊക്കേറ്റ് ചെയ്ത് വിൻസിയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും ഈ ഷൈൻ ടോം ചാക്കോയുടെ കസ്റ്റഡിയിൽ അല്ലെങ്കിൽ അയാളെ കസ്റ്റഡിയിൽ എടുത്ത് അയാളെ ചോദ്യം ചെയ്യുക, ഇക്കാര്യങ്ങളൊക്കെ ചോദിക്കുക. അതിനുശേഷമായിരിക്കും കേസെടുക്കുന്ന നടപടിയിലേക്കൊക്കെ പോകുക. സിനിമാ മേഖലയിൽ നിന്ന് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് വിൻസി അലോഷ്യസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. സാമൂഹ്യ മാധ്യമത്തിലൂടെയാണ് നടി അക്കാര്യം പങ്കുവച്ചത്. തനിക്ക് ഒരു വലിയ ദുരനുഭവം നേരിട്ടു. ഒരു സിനിമാ സെറ്റിൽ വെച്ച് ഒരു നടൻ ഈ വെളുത്ത പൊടി ഉപയോഗിച്ച് വിഷ്ണു ഈ മോശമായി പെരുമാറി എന്ന് പറയുമ്പോൾ അതിന്റെ വിശദാംശം എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഗുരുതരമായ വകുപ്പുകളൊക്കെ വരുന്ന രീതിയിലുള്ള പരാതിയാണോ വിഷ്ണു? ഹാഷ്മി, ആ സെറ്റിൽ അയാൾ അച്ചടക്കമില്ലാതെ പെരുമാറി, അതോടൊപ്പം തന്നെ ശല്യമുണ്ടാക്കുന്ന രീതിയിലൊക്കെ പെരുമാറി എന്നുള്ളതാണ് ആ പരാതിയുടെ അതായത് മറ്റു സ്വഭാവങ്ങളിലേക്കൊന്നും ആ പരാതി പോയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഇയാൾ